ഇഞ്ചി മിഠായി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല. ഇതേപോലെ ഈ ഇഞ്ചി തന്നെ ഇങ്ങനെ കടിക്കണ ഒരു തരം മിഠായിയാണ്. ഇഞ്ചി മിഠായിൻ്റെ പോലെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുമോ, അല്ലാത്തപ്പോഴും നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇഞ്ചി ഇതേ ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക, തോലൊക്കെ കളഞ്ഞിട്ട്. ഇത് ഈ പാത്രത്തിന് ഇപ്പോൾ ഈ വെള്ളം എടുത്തിട്ടില്ലേ, അതേ അളവാണ് ഇതിലുള്ളത്. വെറും ഈ 3 സാധനങ്ങൾ മാത്രം മതി ഈ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മധുരത്തിൻ്റെ ലെവലൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ലെവലിൽ നമുക്ക് ഈ ഇഞ്ചിയും വെള്ളം നല്ലോണം തിളക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കത് തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് തിളക്കണതിന് മുന്നേ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം തിളച്ച് വരണം. മൂടി വെച്ച് 10-15 മിനിറ്റിലേറെ നല്ലോണം തിളപ്പിച്ച് വേവിച്ച് കൊടുക്കണം. വേവിച്ച് കൊടുത്ത് നമുക്കത് വെള്ളം വറ്റിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കും ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഊറ്റിയിട്ട് കഷ്ണം അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ വെള്ളം ഊറ്റിയെടുക്കുക എന്നുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് പുറത്തേക്ക് യൂസ് ചെയ്യേണ്ട, പുറത്തേക്ക് വേസ്റ്റാക്കി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഞ്ചി ജ്യൂസ് കാണിച്ചിരുന്നു ഞാൻ. ആ ജ്യൂസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇനി തിളച്ചതിന് ശേഷം ഇതേമാതിരി മൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലവണ്ണം തള വന്നതിന് ശേഷമാണ് നമ്മൾ മൂടിയിട്ട് കൊടുക്കാൻ പോകുന്നത്. കുറഞ്ഞ തീയിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിന് ശേഷം ഇത് വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നെ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കളഞ്ഞാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന് 3/4 കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറവുള്ള ഇഞ്ചി ആയതുകൊണ്ട് അത് മാത്രമല്ല, എനിക്ക് എരിവ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും ഞാൻ അരപ്പാത്രം, ഇപ്പോൾ 3/4 പാത്രമാണ് ഇഞ്ചി ഉണ്ടായിരുന്നത്, അതിലേക്ക് ഞാൻ അരപ്പാത്രം കഷ്ടിച്ച് മധുരം ഇട്ട് കൊടുക്കുമെന്നുള്ളൂ. പിന്നെ മധുരം പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് 3/4 പാത്രം തന്നെ ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എരിവും ഉപ്പൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്ന്. മധുരം അതേപോലെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയി തുടങ്ങിയത് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് അപ്പോൾ നമുക്കിതിൻ്റെ പതകളൊക്കെ ഒന്ന് മുക്കി ഒഴിച്ച് കൊടുക്കുക. ഈ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് ഒഴിവാക്കി കൊടുക്കുക. ഇനി ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് എടുത്തുകൊണ്ട് വെന്തക്കണമെന്ന് നോക്കാം. വെന്തിട്ടുണ്ടത്. ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ് ഒന്ന് തിന്ന് നോക്കി. അപ്പോൾ അത് വെന്തിട്ടുണ്ട് നല്ലവണ്ണം. ഇനി നമുക്കത് ഇതിലേക്ക് ഞാനിപ്പോൾ ഈ വെള്ളം
നിന്ന് മുക്കാതെ തന്നെ കൂടുതൽ വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് ഒഴിവാക്കാതെ കുറച്ച് വെള്ളം എടുക്കണുള്ളൂ. ബാക്കിയുള്ള വെള്ളത്തിലേക്ക് തന്നെയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. നല്ല ഈ ഇഞ്ചിയും നല്ല എരിവുണ്ട്. വെന്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ എരിവുണ്ട്. ഇപ്പോൾ എരിവില്ല, ഞാൻ ഇഞ്ചി മിഠായി അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. എരിവ് അത്യാവശ്യമൊക്കെ ഒന്ന് വേണം. ഈ ഇഞ്ചിൻ്റെ വെള്ളം നമുക്ക് ഒഴിവാക്കൊന്നും വേണ്ട പുറത്തേക്ക്. ഞാനിത് പുറത്തേക്ക് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. വെയിൽ വന്നിട്ടാണ് ഇത് നിങ്ങൾക്ക് കാണാത്തത്. ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് ഞാൻ ജ്യൂസിലേക്ക് യൂസ് ചെയ്യും. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ, ഞാൻ പുറത്തേക്ക് ഒഴിവാക്കുന്നില്ല. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടപ്പോൾ നമുക്ക് വീണ്ടും ഇത് കൂടുതൽ വെള്ളം വന്നു. ഇനി ഇതിൽ കിടന്നിട്ട് നല്ല വെണ്ണം ഇത് വറ്റി വരണം. ഇതിൽ നിന്ന് നല്ലോണം വറ്റി വന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണ്ട. അപ്പോൾ ഇത് പേസ്റ്റ് ഇതിമേലെ ഒട്ടി ആയിട്ട് വന്ന് നിൽക്കും. ഇത് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഇത് ശരിയാവില്ല. അത് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇനി പഞ്ചസാര ഉരുകിയിട്ടുണ്ട്. ഇനി കുറഞ്ഞ തീ കുറച്ചിട്ടുകാണ്ട് മൂടി കൊടുക്കണ്ട. മൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഇത് ഒന്നായിട്ട് പുറത്തേക്ക് തൂവി വരും. ജസ്റ്റ് എന്താ വെച്ചാൽ ഇങ്ങനെ മൂടി കൊടുക്കുക. നമുക്ക് കാണണത് വെച്ചാൽ പുറത്തേക്ക് ഒന്നായിട്ട് തള്ളി വരാൻ സാധ്യത ഉണ്ട്. ഇത് തീയിപ്പോൾ ഞാൻ പറ്റിനെ കുറച്ചിട്ടാണ് ഇങ്ങനെ തന്നെ ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഇടയ്ക്ക് ഇവിടുന്ന് പോവാതെ തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് കണ്ട് തന്നെ ഇത് നോക്കണം. അല്ലെങ്കിൽ ഒന്നായിട്ട് പുറത്തേക്ക് തൂവി പോകും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നാകെ പോയി. ഞാനിപ്പോൾ ഇന്നലെ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി ഒന്ന് ശ്രദ്ധ തെറ്റിയപ്പോഴേക്കും ഒന്നാകെ മിൽക്ക് മെയ്ഡ് ഒന്നാകെ ഗ്യാസ് അടുപ്പുമ്മേൽ ഒന്നാകെ പോയി. അടുപ്പൊക്കെ ബർണറും എല്ലാം കത്തലൊക്കെ കുറഞ്ഞ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പുറത്ത് ഗ്യാസ് അടുപ്പുമ്മക്ക് വന്നിട്ടുള്ളത്. അതപ്പോൾ ഈ വെയിലടിച്ചതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഔത്തത്തെ ഗ്യാസ് അടുപ്പുമെന്നാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കൊടുക്കുക. മൂടി തുറന്നതിന് ശേഷമാണെങ്കിൽ തീ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടിയും കുറച്ചും നിങ്ങൾ കൂടെ തന്നെ നിന്നിട്ട് കൂട്ടിയും കുറച്ചും കൂടിയും ചെയ്തിങ്ങനെ ഇതാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങളത് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കണം. എരിവും മധുരവും ബാലൻസ് നിങ്ങൾ നോക്കണം. പഞ്ചസാരൻ്റെ ബോട്ടിൽ ഇവിടെ അടുത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് ഇതിന് പിന്നെ ഒരു കറക്റ്റ് മധുരത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. ചില ഇഞ്ചി നല്ല എരിവുണ്ടാവും, ചില ഇഞ്ചി അതിനും വേണ്ടിയിട്ട് എരിവ് വളരെ കുറവായിരിക്കും. അതേ സ്ഥാനത്ത് ചിലവർക്ക് ഇഞ്ചിൻ്റെ എരിവ് കൂടുതൽ ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. മധുരവും അതുപോലെ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ അത് എല്ലാം വെച്ചിട്ട് ഇഞ്ചിൻ്റെ മധുരത്തിൻ്റെയൊക്കെ എരിവും മധുരവും എല്ലാം നിങ്ങളെ ബാലൻസ്, അതിനുള്ള ബാലൻസുകൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അളവ് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത് സുമാർ ഇപ്പം ഞാൻ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കണ്ട് തന്നെ നോക്കാൻ പറ്റുള്ളൂ. ഈ പരുവാകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി മുട്ടായിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. എന്നാൽ നമുക്ക് ഇഞ്ചി കടിക്കുകയും ചെയ്യാം. എൻ്റെ അളവിലിപ്പോൾ ഇതിൽ നിന്ന് മധുരത്തിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാതെ തന്നെ ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്നുവെച്ചാൽ നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പോൾ എനിക്ക് കിട്ടണത്. ഇതിൽ നിന്ന് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു നുള്ള് ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഇതിൻ്റെ ലാസ്റ്റിക്ക് ചെയ്യാം. ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാ നല്ലൊരു കളർ തന്നെ വരുന്നുണ്ടാവും. ഇത് ഞാൻ ഇന്ന് അല്ല ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക, ഒരു ദിവസം ഇരിക്കണം. പിന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇത് ഇരിക്കും. ഉണങ്ങിയ നല്ല ബോട്ടിലിൽ വെച്ചാൽ പുറത്ത് തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രിപ്പ് പറഞ്ഞു തരാം. ഈ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കംപ്ലീറ്റും പുറത്ത് കിട്ടതിന് ശേഷം ഒരു കയ്യിലത്തെ വെള്ളം ഇത് പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഇത്ര എരിവുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം എടുത്തിട്ടില്ല, ജസ്റ്റ് വെള്ളം എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇത് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഒന്നും കൂടി കുറുക്കി കൊടുക്കട്ടെ. ഒരു പിഞ്ച് ഏലക്കായിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ചൂടായതിന് ശേഷം നമുക്കൊരു തുള്ളി നെയ്യ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ച് കട്ടാവാതെ നിൽക്കാൻ ആണ്. ഒരു നുള്ളി നെയ്യ് ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഓഫ് ചെയ്തതിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നെയ്യൊന്നും കൂടുതൽ വേണ്ട, ജസ്റ്റ്. ഇനി നമുക്ക് ഓഫാക്കാം. തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലുള്ള ചൂട് കൊണ്ടാണ് ഇത് തിളക്കണത്. അപ്പോൾ നമുക്കിത് ഇനി ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ജ്യൂസ് നെറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലാണ് അത് അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഞാനിതിലേനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും ഇഷ്ടമുള്ള പഞ്ചസാര നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നെയ്യ് ഉറ്റിച്ചത് കൊണ്ട് ലാസ്റ്റുള്ള പഞ്ചസാര അതിന്മേൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ പുറത്തേക്ക് വരും. കട്ട കെട്ടാതെ കിട്ടുന്നതും നെയ്യ് അതിലേക്ക് ഉറ്റിച്ചത് കൊണ്ടാണ് കട്ട കെട്ടാതെ വരുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടലിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ ഇഞ്ചി മുട്ടായൊക്കെ ഇതിൽ നിന്ന് പെറുക്കിയെടുത്ത് കഴിഞ്ഞു. പഞ്ചസാര ഞാൻ പറഞ്ഞിരുന്നു നെറ്റ് പാത്രത്തിലേക്ക് ഒഴിച്ചില്ലാന്നുണ്ടെങ്കിലും നെയ്യ് അതിലേക്ക് ഉറ്റിച്ചത് കൊണ്ട് ഈ പഞ്ചസാര എല്ലാം നമുക്ക് അങ്ങനെ കിട്ടും. ഇപ്പം നമ്മൾ അതിൽ നിന്ന് ആദ്യം എടുത്ത് വെച്ച ഇഞ്ചിൻ്റെ നീരാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് ജ്യൂസാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്.
ജലദോഷമൊക്കെ ഉണ്ടാവുമ്പോൾ തിന്നാനല്ലാതെ ഇങ്ങനെ ജസ്റ്റ് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.